ഗൈസ്, ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ എണ്ണ കാച്ചിയാലോ. അതായത് നമ്മുടെ ആയുർവേദിക് ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ. അതിനായിട്ട് ആദ്യം തന്നെ നല്ല പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. പിന്നെ എടുത്തേക്കുന്ന കറിവേപ്പിലാണ്. ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അത് വെള്ളം ചേർക്കാതെ ഗ്രൗണ്ട് ചെയ്ത് വെച്ചേക്കാണ്, കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട്. പിന്നെ ഡ്രൈഡ് റോസ്മേരി, അത് നല്ല ഫ്രഷ് ഇട്ടാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പം, പിന്നെ ഫ്രഷ് ആയിട്ട് അലോവേര. അതായത് പൾപ്പായിട്ട് എടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് രാമച്ചമാണ്, വെട്ടിവേർ എന്ന് പറയും. പിന്നെ ഇതെല്ലാം ഡ്രൈഡ് പൗഡേഴ്സാണ്. ഇതിൻ്റെയൊക്കെ ഫ്രഷ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ബ്രഹ്മി, നെല്ലിക്ക ഇതുപോലെ ഫ്രഷ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്ത് വെക്കാം കേട്ടോ, വെള്ളം ചേർക്കാതെ തന്നെ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഭൃംഗരാജ്, എല്ലാ ഹെയർ ഓയിലും കാണുന്ന മെയിൻ സ്റ്റാറാണ്. പിന്നെ ഇൻഡിഗോ പൗഡർ, നീലയമരി എന്ന് പറയും. പിന്നെ ഉള്ളത് നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ്. ഇത് പിയേഴ്സ് ചെയ്ത് ഇതിൻ്റെ ഓയിൽ നമുക്ക് എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് കുപ്പിയിലാക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഉരുളിയാണ്. ചൂട് കട്ടിയുള്ള ഏത് പാത്രമാണെങ്കിലും എടുക്കാം. എപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം നമ്മുടെ എണ്ണ കാച്ചാനായിട്ട്. ഏകദേശം 1-1.5 അവർ ഇരുന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അടി പിടിക്കാതിരിക്കാനൊക്കെ ഒരു 1 ലിറ്റർ ഹെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ ആട്ടോ അപ്പോൾ നമ്മൾ കാണിക്കുന്നത്. നമുക്കിത് കിട്ടും, ഒരു 3/4 ലിറ്ററൊക്കെ കിട്ടുള്ളൂ എല്ലാം കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഞാനൊരു 10-15 രാമച്ചത്തിൻ്റെ സ്റ്റിക്സാണ് ഇടുന്നത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്. അപ്പോൾ ഓൾറെഡി 1 ലിറ്റർ കോക്കനട്ട് ഓയിൽ ഇതിൽ ഒഴിച്ചു. ഇനി ബേസ് ഓയിൽ നമ്മൾ ഒഴിച്ചു. അതിലേക്ക് നമ്മളൊരു 10-15 രാമച്ചത്തിൻ്റെ സ്റ്റിക്സ് ഇടുവാണ്. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോ ബൗൾസിലേക്ക് മാറ്റാം. സോ 2-3 ടേബിൾ സ്പൂൺ നെല്ലിക്ക പൗഡർ, പിന്നെ ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ, പിന്നെ ബ്രഹ്മി 2-3 ടേബിൾ സ്പൂൺ, പിന്നെ അഗെയിൻ 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ഭൃംഗരാജ്, കയ്യുന്നി. പിന്നെ നമുക്ക് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഏകദേശം ഒരു 5-8 വരെ നമുക്ക് എടുക്കാം. ഇപ്പോൾ രാമച്ചത്തിൻ്റെ സ്റ്റിക്സ് അത്യാവശ്യം ഇൻഫ്യൂസ് ആവുന്നുണ്ട് ഓയിലിൽ കിടന്ന്. ഈ ബബിൾസും ഫോമൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റ് പോവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് ഈ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, കറി ലീവ്സ് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഫ്രഷ് ലീവ്സ് കിട്ടിയപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഗ്രൗണ്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോമിലിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ്. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ഇപ്പോൾ ഫ്രിസി ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം ചെമ്പരത്തി ഒക്കെ ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്, അതുപോലെ ചെത്തി ആഡ് ചെയ്യാം. എന്ത് കാര്യവും ഫ്രഷായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഇല്ലാണ്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. സോ വാട്ടർ കണ്ടന്റ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇതിലുള്ള വാട്ടർ കണ്ടന്റ് ഇപ്പോൾ ഈ എണ്ണയിൽ തിളച്ച് പൊക്കോളും. നമ്മൾ കുറച്ച് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, വേറെ വെള്ളമായിട്ടൊന്നും ഒഴിച്ചിട്ടില്ല. കറി ലീവ്സ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈഡ് റോസ്മേരി ആഡ് ചെയ്യാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ഡ്രൈഡ് റോസ്മേരിയാണ് ആഡ് ചെയ്യുന്നത്. ഡ്രൈഡ് റോസ്മേരിയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഇതൊക്കെ എണ്ണയിൽ ഇൻഫ്യൂസ് ആയിക്കോളും. ഇത് ഹെയർ ഗ്രോത്തിന് നല്ല അടിപൊളിയാണ്, നല്ല ബേബി ഹെയർസും കാര്യങ്ങളൊക്കെ വരാനായിട്ട്. ഇത് തന്നെ നമുക്ക് സെയിം ഇൻഫ്യൂസ് ചെയ്ത് വാട്ടർ സ്പ്രേ ചെയ്യുന്നതും ഹെയറിന് നല്ലതാണ്. ഹെയർ ഓയിൽ ചെയ്ത് വാഷ് ചെയ്യുന്നതിന് ശേഷമൊക്കെ ലൈക്ക് പോസ്റ്റ് ഹെയർ കെയർ ആയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അലോവേറ ഇങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഫ്ലഷ് മാത്രം എടുത്തിട്ട് ആഡ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ കിടന്ന് ഇൻഫ്യൂസ് ആയിക്കോളും. എന്തായാലും നമ്മളിത് സ്ട്രെയിൻ ചെയ്തിട്ടാണല്ലോ എണ്ണ എടുക്കുന്നത്. സോ ഇതിൽ കിടന്ന് ഇതായിക്കോളും, ഇൻഫ്യൂസ് ആയിക്കോളും. ഫ്രഷ് മാക്സിമം കിട്ടാനുള്ളത് നല്ലതാണ്. നമുക്കിപ്പോൾ എല്ലാം ഫ്രഷ് കിട്ടാത്തതുകൊണ്ടാണ് പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഞാൻ സിമ്മിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടാത്ത സിമ്മിൽ നിന്ന് പതുക്കെ ഇത് ഇൻഫ്യൂസ് ആവുന്ന എല്ലാ കണ്ടന്റും ഇതിൽ ഇൻഫ്യൂസ് ആയിട്ട് ഒരു ഓവർനൈറ്റ് വെച്ചിട്ടാവും നെക്സ്റ്റ് ഡേ ആവും നമ്മളിത് എടുക്കാം. അത്യാവശ്യം നമ്മുടെ ഫ്രഷ് കണ്ടന്റ്
എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ബ്ലൂ പീ ശംഖുപുഷ്പം അത് നമ്മൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുള്ളൂ. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പൗഡേഴ്സ് ഇത് കഴിഞ്ഞിട്ട് ഇനി പൗഡേഴ്സ് ആഡ് ചെയ്യണം. അതിൻ്റെ ക്യാപ്സ്യൂള് നമ്മൾ ആഡ് ചെയ്യില്ല. ക്യാപ്സ്യൂള് നമ്മൾ എല്ലാം കുപ്പിയിലേക്ക് ആക്കുന്നതിന് മുമ്പ് 400 ml 400 ഗ്രാമിൻ്റെയാണ് ഈ ക്യാപ്സ്യൂൾ. അപ്പോൾ ഇത് 5 എടുത്തുള്ളൂ. 200 വേണമെങ്കിൽ 8 ഒക്കെ എടുക്കാം, 8 to 10 ഒക്കെ എടുക്കാം. അതിൻ്റെ മുകളിലായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ക്യാപ്സ്യൂൾ പിയേഴ്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ എണ്ണയുടെ കളർ നല്ലോണം മാറി തുടങ്ങി. അത്യാവശ്യം ഈ കറി ലീവ്സിൻ്റെ ഇത് വന്നപ്പോൾ തന്നെ എണ്ണയുടെ കളറും നല്ല സ്മെല്ലാണ് വരുന്നത്. അതെ, പെർഫെക്റ്റ് സ്മെൽ. കറി ലീവ്സ് എണ്ണയൊക്കെ ഇട്ടപ്പോൾ തന്നെ നല്ല സ്മെല്ല്, നല്ല ഫ്രാഗ്രൻസ് വന്നത്. ഇനി അതുകൂടാണ്ട് വെട്ടിവേരുടെയും അതായത് രാമച്ചത്തിൻ്റെയും അലോവേരയുടെയും റോസ്മേരിയുടെയും ഒക്കെ കണ്ടതിന് ഇൻഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൗഡേഴ്സ് ആഡ് ചെയ്യാം. ഈ ബബിൾസും ഫോമും ഒക്കെ വരുന്നത് ആക്ച്വലി നമ്മുടെ ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈഡ് പൗഡേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് നെല്ലിക്ക പൗഡറാണ്, ഡ്രൈഡ് ഗൂസ്ബെറി പൗഡർ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് ബ്രഹ്മിയാണ്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യണത് നമ്മുടെ ഭൃംഗരാജ് കയ്യോന്നി, അതിൻ്റെ ഡ്രൈഡ് പൗഡറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫ്രഷ് ലീവ്സ് കിട്ടുകയാണെങ്കിൽ അത് നല്ലപോലെ ഗ്രൗണ്ട് ചെയ്ത് അതിൻ്റെ നീര് ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്ന പൗഡർ ഇൻഡിഗോ പൗഡറാണ്, നീലയാമരി. പൗഡേഴ്സൊക്കെ നല്ലപോലെ സ്റ്റെർ ചെയ്ത് അത്യാവശ്യം ഇൻഫ്യൂസ് ആവാൻ നമ്മൾ ടൈം കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഈ ബബിൾസൊക്കെ വരുന്നത് കാണാമല്ലോ, ഫോമൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 8 to 10 മിനിറ്റ്സിൻ്റെ മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ശംഖുപുഷ്പം ആഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ശംഖുപുഷ്പം കൂടി ആഡ് ചെയ്തിട്ട് അത് ഇൻഫ്യൂസ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുകയാണ്. കുറച്ചും കൂടി ബബിൾസും കാര്യങ്ങളും പോകാനുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാം. ഞാനിപ്പോൾ ഇത് ആക്ച്വലി നൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾക്ക് വെളിച്ചത്ത് കുറച്ചും കൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ഈ ഓയിലിൻ്റെ കളർ അത്യാവശ്യം ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് ഷെയ്ഡിൽ നിന്ന് ഒരു ഗ്രീനിഷ് ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹെർബ്സ് ഒക്കെ നല്ല രീതിയിൽ ഇൻഫ്യൂസ് ആയിട്ടുണ്ട്, കണ്ടൻ്റൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടി കൊടുക്കാം. നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ കുക്കായില്ലെങ്കിൽ നമുക്ക് ആ ഫോമൊക്കെ കംപ്ലീറ്റ്ലി മാറണം, ആ ബബിൾസൊക്കെ ഫോം ചെയ്യേണ്ടത് മാറണം. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓയിൽ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടി ഇരുന്ന് അതിൻ്റെ സെറ്റാവും. അതിൻ്റെ ഒരു ഗ്രീനിഷ് ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട്. ഫോം കുറഞ്ഞു തുടങ്ങി, ബബിൾസും കുറഞ്ഞു തുടങ്ങി. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോയി. ഇത് ഓൾമോസ്റ്റ് ഇൻഫ്യൂസും ആയിട്ടുണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് ആയത് അതുകൊണ്ടാണ്. ഇത് നമ്മളിപ്പോൾ ആഡ് ചെയ്യാം. ഇത് ഒരു ഓയിൽ കൂളായിട്ട് ബോട്ടിലേക്ക് പകർത്തുന്നതിനൊക്കെ മുമ്പേ നമ്മളിത് ആഡ് ചെയ്യുള്ളൂ. പിന്നെ ഇത് ആൻറ്റി ഓക്സിഡൻസും പിന്നെ ഹെയർ നല്ല സ്മൂത്തും നോറിഷ്മെൻറ്റിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബോട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റെസിഡ്യൂസ് ഒന്നും പാടില്ല, നല്ല രീതിയിൽ സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ വെട്ടിവേർ അതായത് രാമച്ചത്തിൻ്റെ 2 സ്റ്റിക്ക് നമുക്ക് ഇടാം. ഇതിൽ നിന്ന് കണ്ട കാരണം ഇതിലെന്തായാലും ഈ പൗഡറിൻ്റെ റെസിഡ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള വേറെ 2 ഫ്രഷ് സ്റ്റിക്ക് നമുക്ക് ആഡ് ചെയ്യാം ബോട്ടിലേക്ക് പകർത്തുമ്പോൾ. ഇത് എന്തായാലും ഒരു ഓവർ നൈറ്റ് ഇരുന്ന് കൂളാവട്ടെ. നമുക്കിത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. ഓവർ നൈറ്റ് നമുക്ക് ഇതിരുന്ന് നല്ല രീതിയിൽ ഓയിലിലേക്ക് ഇതിലുള്ള കണ്ടന്റും ഹെർബ്സ് എല്ലാം ഇൻഫ്യൂസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ ഇത് ബോട്ടിലേക്ക് കൂളായിട്ട് പകർത്താം. കാരണം നെക്സ്റ്റ് ഡേയിലേക്കും ചൂട് എന്തായാലും ഉണ്ടാവും. നമ്മളൊരു ഹാഫ് കവർ ചെയ്തിട്ടാവും വയ്ക്കാം. നെക്സ്റ്റ് ഡേയിലേക്ക് ചൂട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ കൂളായിട്ട് ഗ്ലാസ് ബോട്ടിലേക്ക് വേണം പകർത്താൻ. ഗ്ലാസ് ബോട്ടിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് നല്ലത്. ഇതുപോലത്തെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ ലാസ്റ്റ് ബാച്ചിലുണ്ടാക്കുന്ന ഹെയർ ഓയിലാണ്. ഇപ്പോൾ ഇതുപോലെ നല്ലൊരു വേറെ ഗ്ലാസ് ബോട്ടിലോട്ട് പകർത്തുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഷെൽഫ് ലൈഫ് നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിതിൽ ആക്ച്വലി ആഡ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡർ ഫോമിൽ ആംല പൗഡർ,
ബ്രഹ്മി പൗഡർ, ഭൃംഗരാജ് പൗഡർ, ഇൻഡിഗോ പൗഡർ ഒക്കെയാണ്. സോ അംല പൗഡർ യൂഷ്വലി നമുക്കറിയാം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹെയർ സ്ട്രെങ്തനിങ്ങിനും ഗ്രോത്തിനും പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ പ്രീമെച്യൂർ ഗ്രേയിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യും, നല്ലൊരു ഷൈൻ തരും. അതുപോലെ തന്നെ ബ്രഹ്മി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിന് നൗറിഷ് ചെയ്യും, ഫ്രൂട്ട്സിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഹെയർ ഫോളും കുറയ്ക്കും. പിന്നെ ഭൃംഗരാജ് നമ്മുടെ മിക്ക ഓയിലും നമുക്ക് ഇവിടെ കൊമേഴ്ഷ്യലി വിൽക്കുന്ന മിക്ക നീലഭൃംഗാതി പോലത്തെ ഓയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഭൃംഗരാജ് യൂഷ്വലി നമുക്ക് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യും, സ്കാൽപ്പ് ഹെൽത്ത് അതിന് പ്രൊമോട്ട് ചെയ്യും. പിന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഒരു പൗഡർ ആഡ് ചെയ്തത് ഇൻഡിഗോ പൗഡറാണ്. ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നത് ഹെയർ കുറച്ചും കൂടി ഡാർക്ക് കളറിന് ഹെൽപ്പ് ചെയ്യും, ഡാർക്ക് കളർ കിട്ടാനും ഷൈൻ ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ബാക്കി ഫ്രഷ് ആയിട്ട് ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറി ലീവ്സ്, ഗ്രൗണ്ടഡ് കറി ലീവ്സ് ആണ്. അത് നമ്മുടെ വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളതാണ്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഹെയർ ഫോൾ കുറയ്ക്കും, അതുപോലെ തന്നെ ഹെയർ പിഗ്മെന്റേഷൻ എനിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് പിന്നെ ആഡ് ചെയ്തത് അലോവേര ആണ്. അലോവേര ആണെങ്കിൽ സ്കാൽപ്പിന് നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടും. പിന്നെ ഹെയർ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാൻഡ്രഫ് ഇഷ്യൂസും അങ്ങനത്തെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ അലോവേര നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആഡ് ചെയ്തത് ഡ്രൈഡ് റോസ്മേരി ആണ്. ഡ്രൈഡ് റോസ്മേരി ഈ സ്കാൽപ്പിന് ഈ ബ്ലഡ് സർക്കുലേഷനെ ഹെൽപ്പ് ചെയ്യും, ഹെയർ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഹെയർ തിന്നിങ് ഉണ്ടല്ലോ അത് കുറയ്ക്കും. ബട്ടർഫ്ലൈ പീ ഫ്ലവേഴ്സ് ആണ്, അതായത് നമ്മുടെ ശംഖുപുഷ്പം, അത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ നമുക്ക് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, പിന്നെ ഹെയർ സ്ട്രെങ്തനിങ്ങിനും ഹെൽപ്പ് ചെയ്യും. അത് ഫ്രഷും ഡ്രൈയും കിട്ടും. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് ഇൻഫ്യൂസ് ചെയ്ത് എടുക്കുവാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് വിറ്റാമിൻ ഇ ഓയിൽ അതിൻ്റെ ഓയിലാണ്. ഇതിൻ്റെ ക്യാപ്സ്യൂളിലുള്ള ഓയിലാണ്. അത് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓയിൽ ശരീരം നമ്മുടെ ഇതിൽ ബോട്ടിലിരിക്കുമ്പോൾ ഓക്സിഡേഷൻ ഇല്ലാണ്ടിരിക്കാനായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഹെയറിന് ഒരു വാഷ്പ്രൂഫ് ഷൈനിങ് തരും. സോ ഇത്രയും ഇൻഗ്രീഡിയൻസ് അടങ്ങിയതാണ് നമ്മുടെ ഈ ഹെർബൽ ഓയിൽ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേറെ ഹെർബ്സും ആഡ് ചെയ്യാം. ലൈക്ക് നമ്മുടെ ചെമ്പരത്തി, ചെത്തി, അങ്ങനത്തെ എന്തെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ യൂസ് ചെയ്യുന്ന ഫോമും ഡിഫറെൻ്റ് ആക്കാം. ഫ്രഷ് ആയിട്ടുള്ള അതിലാവുമ്പോൾ നമ്മൾ ഈ രാമച്ചം അല്ലെങ്കിൽ വെട്ടിവേർ ഇതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാമച്ചം എന്ന് പറയുന്നത് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് സ്കാൽപ്പിന് കിട്ടും, സൂത്തിങ് എഫക്റ്റ് കിട്ടും. അതുപോലെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സ്ട്രെങ്തനിങ് ചെയ്യും. പിന്നെ ഒരു ഓയിലിന് തന്നെ ഒരു പ്ലസൻറ്റ് ഒരു എർത്തി ഫ്രാഗ്രൻസ് കൊടുക്കും. പിന്നെ ഇത് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ റിച്ചാണ്. സോ അത് നമ്മളുടെ എന്താ പറയുക സ്കാൽപ്പിനെ ആ രീതിയിലും എഫക്റ്റ് എന്താ പറയുക ഹെൽപ്പും ചെയ്യും. മേക്ക് ഷുവർ നമ്മൾ ആദ്യം കണ്ട ഈ ഒരു ബബിൾസും ഒരു ഫോമും മാറണ വരെ നമ്മൾ ഇത് ഓയിൽ നല്ല രീതിയിൽ എന്താ പറയുക കുക്ക് ചെയ്തെടുക്കണം. സോ ഇത് ഓൾമോസ്റ്റ് അതെ കുറച്ച് ബബിൾസും കൂടി ഉണ്ട് അവിടെ ഇവിടെ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ മതി ഈ അലോവേരനൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ഈ അലോവേരയിലുള്ള വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ്ലി പോയാലാണ് ഓയിൽ ഷെൽഫ് ലൈഫ് കൂടുതലുള്ള ഓയിൽ പെട്ടെന്ന് കേടാവാതിരിക്കുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ നീഡ്സ് അനുസരിച്ചിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഹെയർ ഫോൾ കൂടുതലുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഐറ്റംസ് കൂടുതൽ ആഡ് ചെയ്യാം. പ്രീമിച്ചർ ഗ്രേയിങ് ഉള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ളത് ആഡ് ചെയ്യാം. ഹെയർ ഗ്രോത്ത് മാത്രം ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. സോ ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു മിക്സാണ് നമ്മുടെ. കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ട്. ഡ്രൈനെസ് ഒക്കെ കൂടുതലുള്ളവർക്ക് ഈ ചെമ്പരത്തിയുടെ ഫ്ലവേഴ്സും മേലെയൊക്കെ ആഡ് ചെയ്യണത് നല്ലതാണ്, കുറച്ചും കൂടി ഒരു സ്മൂത്ത് എഫക്റ്റ് കിട്ടും. സോ അങ്ങനെയും ആഡ് ചെയ്യാം. ഓക്കെ, ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓയിൽ ഇസ് ജസ്റ്റ് വൺ സൈഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡും പിന്നെ അതുപോലെ നമ്മൾ ബാക്കി കൊടുക്കുന്ന ഹെയർ കെയറും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത്. അതിലുപരി ഹെറിഡിറ്ററി ഇതെല്ലാം മാറ്റേഴ്സ്. വാട്ട് വി ക്യാൻ ഡു ബെസ്റ്റ് ഈസ് നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ ഫുഡ്, നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം.
പിന്നെ ഈ ആംല ഷോട്ട്സൊക്കെ കുറേ പേര് എടുത്ത് കണ്ടിട്ടുണ്ട്. അതെപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ അത് മിനിമലായിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക. പിന്നെ നല്ല സപ്ലിമെൻറ്റ്സ് ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് നോക്കിയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ ഇത് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് ഹെയർ കെയർ. അതുപോലെ തന്നെ പോസ്റ്റ് ഓയിലിംഗ്, പോസ്റ്റ് ഹെയർ വാഷ്, വേറെ ഹെയർ കെയർസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഫോളോ ചെയ്ത് പിന്നെ ബാക്കിയെല്ലാം ഹെറിഡിറ്ററി കൂടി അനുസരിച്ചിട്ടിരിക്കും. സോ ഇതെന്ന് പറയണത് ഇത് തേച്ചാൽ മുടി തഴച്ച് വളരുമെന്നൊന്നും നമ്മൾ അങ്ങനെയൊന്നും പറയില്ല. നമുക്ക് ജസ്റ്റ് ഒരു ട്രൈ ആണ്. വൺ പാർട്ട് ഓഫ് ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് 1/4 ഓഫ് ഹെയർ കെയർ. ഇത് കൂടാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മുടെ ഉള്ളിലോട്ടും, ഇത് നമ്മുടെ പുറത്തോട്ടുള്ള കാര്യമാണ്, ഉള്ളിലോട്ടും കൂടി അതിനനുസരിച്ചിട്ടുള്ള ചെന്നാലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ചെയ്യാം, ടേണിങ് ഓഫ്. ഇതിന് ഇരുന്ന് ഓവർനൈറ്റ് കൂടാവട്ടെ. ഓൾമോസ്റ്റ് 1.5 hour ആയിട്ടുണ്ട്. ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊരു ഫുള്ള് ക്ലോസ് ചെയ്യുന്നു. ഈ രീതിയിൽ ഞാൻ ക്ലോസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഡേ നമ്മുടെ ഓയിലെല്ലാം ഒന്ന് കൂളായിട്ടുണ്ട്. എടുത്ത് വെച്ചേക്കുന്ന വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഇനി നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. പിയേഴ്സ് ചെയ്തിട്ട് 1 by 1 അതിൻ്റെ ഉള്ളിലുള്ള വിറ്റമിൻ ഇ ഓയിൽ കണ്ടൻറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ്ലി കൂളായിട്ട് ബോട്ടിലേക്ക് പകർത്തിയാൽ മതി. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള പ്രോസസ്സാണ് ഇത്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്കൊരു മസ്ലിൻ ക്ലോത്ത് എടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേറെ സ്ട്രെയിനർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചും കൂടി നമുക്ക് പിഴിയാനും കാര്യത്തിനൊക്കെ മസ്ലിൻ ക്ലോത്ത് ആവും നല്ലത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തേച്ച് മുടി തഴച്ച് വളരും, കൊലകുത്തി വളരും എന്നൊക്കെ പറഞ്ഞ അനാവശ്യ ക്ലിക്ക് ബൈറ്റ്സ് ഒന്നും ഞാൻ ഇടുന്നില്ല. ദിസ് ഈസ് എ സിമ്പിൾ ബാലൻസ്ഡ് നോ നോൺസെൻസ് റെസിപ്പി ഫോർ ആൻ ആയുർവേദിക് ഹെയർ ഓയിൽ. എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ പൗഡേഴ്സൊക്കെ നമുക്ക് അടുത്തുള്ള ആയുർവേദ ഷോപ്സിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങാടി കടയിലൊക്കെ കിട്ടും. സീസൺ അങ്ങ് ഇതിൻ്റെ ഫ്രഷ് ലീവ്സൊക്കെ അവിടെ കിട്ടും കേട്ടോ. ലാസ്റ്റ് ടൈം ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ബ്രിങ്രാജിൻ്റെ ഫ്രഷ് ലീവ്സൊക്കെ വെച്ചിട്ടാണ് ഞാനും അമ്മയും ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഉണ്ടാക്കിയത്. ഫ്രഷ് ബ്രിങ്രാജായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. നമ്മുടെ ഗാർഡനിൽ നിന്നിട്ട് നട്ടിരുന്നു. ബട്ട് ഭായിമാർ വന്ന് ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ ടൈമിൽ കാടാന്ന് പറഞ്ഞ് പുള്ളി അത് പറിച്ച് കളഞ്ഞു. ഞങ്ങളത് കണ്ടില്ല. സാറില്ല, അതിന് വല്ല പോട്ടിലൊക്കെ നട്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ എണ്ണ കാച്ചാന്ന് നേരം. ലാസ്റ്റ് ടൈം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മാറ്റം ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെയർ ലോസ് കമ്പാരിറ്റീവ്ലി കുറവുണ്ടായിരുന്നു. കുറച്ച് നാൾ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. വീക്ക്ലി വൺസ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് മൈൽഡ് ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയും. ആസ് എ ഹെയ്റ്റ് ഓയിൽ ഹെയർ നിങ്ങൾക്ക് ട്വൈസ് ആൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം ഇഫ് യു ആർ ഓക്കെ. പിന്നെ ബേബി ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒപ്പം ആഫ്റ്റർ ഷവർ ആൾട്ടർനേറ്റീവ് ആയിട്ട് റോസ്മേരി ഇൻഫ്യൂസ്ഡ് വാട്ടറും സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ റിസൾട്ട് ആകാം. അതുപോലെ ഞാൻ കഴിക്കുന്ന ഫുഡ് അങ്ങനെ ന്യൂട്രിയൻ റിച്ച്, പ്രോട്ടീൻ റിച്ച് ഒക്കെ ആയിരുന്നതിൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയാൽ ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ബട്ട് ബെറ്റർ ദാൻ ബിഫോർ. നിങ്ങൾ ഇൻറ്റേർണലി നല്ല പ്രോട്ടീനൊക്കെയുള്ള ഫുഡൊക്കെ കഴിച്ച് എക്സ്റ്റേണലി ഇങ്ങനത്തെ ഹെയർ കെയർ ഒക്കെ ചെയ്ത് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. സം പീപ്പിൾ ഡോണ്ട് ഹാവ് ടു ട്രൈ ദിസ് മച്ച് ഡ്യൂ ടു ഹെറിഡിറ്ററി. ഓക്കെ, എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഏജ് വരെ. അമ്മയ്ക്കൊക്കെ നല്ല ഹെയർ ഉണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് ഷിഫ്റ്റൊക്കെ എടുത്ത് ഹെയർ കെയർ ഒക്കെ ഒട്ടും ഇല്ലാണ്ടായി പണി കിട്ടി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് സീരിയസ് ആയിട്ട് ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് യൂസ് ചെയ്ത് തുടങ്ങിയത് ലാസ്റ്റ് 1 year തൊട്ട്. പിന്നെ നൈറ്റ് ഷിഫ്റ്റൊക്കെ എടുക്കണോണ്ട് റിസൾട്ട് ഫുള്ളി കിട്ടിയിട്ടുണ്ടായില്ല. ബട്ട് നൗ 1 by 1 മേക്കിംഗ് ഇൻ ടു ട്രാക്ക്. പിന്നെ ഞാൻ അങ്ങനെ ഹെയർ ലെങ്ത്ത് ഞാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് തോന്നുന്ന പോലെ കട്ട് ചെയ്യും. ഞാൻ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ഹെയറിന് എടുത്തിട്ടില്ല. ഹെയർ കളർ എന്താണ് ചെയ്തതല്ലാണ്ട് വേറെ കെരാറ്റിൻ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല. പക്ഷേ ഹെയർ കട്ടിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും, ലെങ്ത്ത് ഇതാക്കും. അപ്പോൾ അതൊന്നും കണ്ടിട്ട് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവാത്തതുകൊണ്ടാന്ന് വിചാരിക്കരുത്. അതൊക്കെ ഒരു മൂഡാണ്. നമുക്ക് ബേസിക്കലി നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു ഹെയർ, അത്രയും എൻ്റെ ഉദ്ദേശം. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ ലെങ്തി ഹെയർ വേണോ അല്ല എന്നുള്ളത്. ഉള്ള ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തത്രപ്പാടൊക്കെ. ഒരു 3
ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിൻ ചെയ്ത് ഈ 2 പാത്രത്തിൽ ഡബിൾ സ്ട്രെയിൻ ചെയ്തു. എന്നിട്ടും അവിടെ നിന്നൊക്കെ ചെറിയതായിട്ട് റോസ്മേരി അബദ്ധത്തിൽ വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് 1 ടൈം കുപ്പിയിലേക്ക് ആക്കുമ്പോൾ, ബോട്ടിലേക്ക് ആക്കുമ്പോൾ ഈ സ്ട്രെയിനർ വെച്ചിട്ട് കൂടി ഒന്ന് ലാസ്റ്റായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ബോട്ടിലേക്ക് ആക്കാം. ഓക്കെ, ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലോത്ത് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വേസ്റ്റ്. ഇതിലൊക്കെ ഉണ്ടാവും ഓയിൽ. ക്ഷമയുള്ളൊരു പിഴിഞ്ഞെടുക്കാം. എൻ്റെ ക്ഷമ നശിച്ചു. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറേ മെസ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാട്ട് വെറൈറ്റീസ്. നമുക്ക് ബോട്ടിലെടുക്കാം. ഇതാണ് നമ്മളുടെ ബോട്ടിൽ. ഈ ഒരു ഫണലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബോട്ടിലേക്ക് ആക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തിരിക്കട്ടെ. ഞാൻ ഇത് ഒഴിക്കാൻ പോവാണ് കേട്ടോ. റോസ്മേരി കുറച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ രാമച്ചും കൂടി ഇടാം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ബാക്കി ഓയിൽ ഒഴിക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഫ്ലോട്ടായി കിടക്കും. ഞാൻ ഈ രാമച്ചത്തിൻ്റെ 2-3 സ്റ്റിക്ക് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കംപ്ലീറ്റ്ലി. പക്ഷെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഫ്രൈഗ്രൻസിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഓക്കെ, എൻ്റെ അമ്മയൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഫോളോയിങ് ദാറ്റ്. ഡ്രൈ ആവും. ചുമ്മാ അല്ല, എന്തോ ഒരു ശക്ക് സീനില്ല. വൺ ലിറ്റർ ഓയിൽ എടുത്തിട്ട് ഇത്ര ഉണ്ടാവേണ്ടടുത്ത് നമുക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ. ഇതിൽ കുറച്ചൊക്കെ ഉണ്ടാവും, പക്ഷെ ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം ഇത്രയൊക്കെ മാക്സിമം ലാസ്റ്റ് ടൈം കിട്ടിയത്. ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. ഇത് ഇത്ര കിട്ടിയിട്ടുള്ളൂ. കുറേയൊക്കെ ഞാൻ തന്നെ അവിടെ കുറച്ച് കളഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ നിന്ന് കുറച്ചും കൂടി കിട്ടുമായിരുന്നു. ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് ഇത് തന്നെ ചെയ്യാൻ. അപ്പോൾ നമ്മളത് ബോട്ടിൽ സെക്യൂർഡ് ആൻഡ് സേഫ്. ഡാർക്ക് ബോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് കിട്ടും ഡാർക്ക് ബോട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡാർക്ക് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ചുമ്മാ ഈസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് വെക്കാം. ചുമ്മാ ഒരു ഗ്രിപ്പിനൊക്കെ ഓർഗാനിക് ലുക്കൊക്കെ ഇല്ലേ. ആക്ച്വലി ഇറ്റ്സ് ഓർഗാനിക് ഓൺലി. നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല, വേറെ ഒന്നും യൂസ് ചെയ്യാണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ ബോട്ടിൽ. കഴിഞ്ഞ ലുക്ക് ഞാൻ വേറൊരു ആംഗിളിൽ നിന്ന് കാണിച്ചിടാം. സക്സസ്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. അപ്പം ഈ ഒരു ബോട്ടിൽ, ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ കൺവീനിയൻ്റ് ആവും. ഈ ഗ്ലാസ് ബോട്ടിൽ സ്റ്റോർ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. എപ്പോഴും കൺവീനിയൻ്റ് അല്ലല്ലോ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്ലിക്കേറ്റർ ബോട്ടിൽ കിട്ടും കടകളിലും ഓൺലൈൻ സ്റ്റോറിലൊക്കെ. ഇതിലേക്ക് പകർത്തിയിട്ട് റീഫിൽ ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോസ്മേരി ഇൻഫ്യൂസ്ഡ് വാട്ടറാണ് ഇത്. ആഫ്റ്റർ ഹെയർ ഓയിലിംഗ് ഷവറിന് ശേഷം ഓൾട്ടർനേറ്റീവ് ആയിട്ട് 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 ദിവസം കൂടുമ്പോഴോ ഒക്കെ ഡെയിലി യൂസ് ചെയ്യണം. അത്ര നല്ലതല്ല, പെട്ടെന്ന് ഡ്രൈ ആവും ഹെയർ. യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. ഇത് റോസ്മേരി ഇൻഫ്യൂസ്ഡ് വാട്ടറാണ്. ഷവറിന് ശേഷം ജസ്റ്റ് ലീവിൻ സെറം പോലെ. ഓക്കെ, സോ ഇതും യൂസ് ചെയ്യാറുണ്ട്. ഇതൊന്നുമില്ല, റോസ്മേരിയും ക്ലോവും കൂടി വാട്ടറിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അത് സ്ട്രോം ചെയ്തെടുക്കുന്ന വാട്ടറാണ്. ഇത് 1 വീക്ക് ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത കുഴപ്പമൊന്നുമില്ല. ഡ്രൈഡ് റോസ്മേരിയാണ്. ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് ആയുർവേദിക് ഹെയർ ഓയിൽ റെഡി.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.